പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടും. ശക്തമായി തന്നെ ശത്രുവിന്റെ നെഞ്ചും കൂടി നോക്കി ആക്രമിക്കാൻ പാകത്തിന് പുതിയ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. യമദൂത 3D എന്ന പേരിട്ടിരിക്കുന്ന ഡ്രോണിന് അത് ആക്രമിക്കാൻ പാകത്തിനും വലിയ ശക്തമായ ശേഷിയാണ് ഇവയ്ക്കുള്ളത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് സ്പ്ലൈ ആൻഡ് സപ്പോർട്ട് മെറ്റീരിയൽ ലിമിറ്റഡ് കമ്പനി BSS അലയൻസ് എക്കോസിസ്റ്റം എന്ന പേരിൽ ഇത്തരത്തിൽ പുതിയ ഒരു കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ്. വിശ്വാസ്യത, പ്രവർത്തന ക്ഷമത, അതുപോലെ തന്നെ പ്രശസ്തി എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങൾ ചേർത്തുകൊണ്ട് അൺആംഡ് ഏരിയൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കമ്പനി. അതുപോലെ തന്നെ പൂർണ്ണമായും അൺആംഡ് വെപ്പണൈസ്ഡ് സിസ്റ്റമായ യമദൂത 3D ഇത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ശത്രുക്കളെ തീരുമാനിക്കുക, അവയെ കണ്ടെത്തുക, അത് തകർക്കുക എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോൾ യമദൂത 3Dയുടെ പ്രവർത്തനം അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ്ഡ് സെൻസർ ഫ്യൂഷനും AI അധിഷ്ഠിത തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തിയും, അതുവഴി അപകടങ്ങളെ വേഗത്തിൽ തിരിച്ചറിയുക, അത് നേരിടുന്നതിന് മുൻഗണന നൽകുക, ആക്രമിക്കുക എന്നിവയെല്ലാം തന്നെ ഈ യമദൂതയ്ക്ക് വലിയ രീതിയിൽ സാധ്യമാകും. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ ദീർഘമേറിയ ഒരു പ്രവർത്തനക്ഷമതയും അത് ദൗത്യത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു വെപ്പണായി തന്നെ യമദൂതനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും പാകിസ്ഥാന്റെ പക്കൽ നിന്നും വളരെയധികം ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നേരിട്ടിരുന്നു. എന്നാൽ ഈ ഡ്രോണുകളെല്ലാം അടിച്ച് നിരപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഡ്രോണുകൾ വികസിപ്പിക്കുന്നു എന്നതിൽ പാകിസ്ഥാനിലടക്കം വലിയ രീതിയിലുള്ള ഭയവും അതുപോലെ അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിർത്തികളിൽ സ്ഥിര സാന്നിധ്യമാകുന്ന യമദൂത 3D നിരീക്ഷണം, അത് ആക്രമണം എന്നിവയിൽ മികച്ച പങ്ക് വഹിക്കുകയും ചെയ്യും. ശക്തമായ സായുധ ആക്രമണം മുതൽ തന്നെ കൃത്യമായ നിരീക്ഷണം വരെ ഇവയ്ക്ക് സാധ്യമാകുമെന്നതാണ് മറ്റൊരു വസ്തുത. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിൽ യുദ്ധരംഗങ്ങൾ അതിൽ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനും AI അധിഷ്ഠിതമായതിനാൽ തന്നെ മനുഷ്യ ഇടപെടൽ ഏറെ കുറയ്ക്കുവാനും കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനമായിട്ടാണ് യമദൂത 3D എന്ന ഒരു ഡ്രോണിനെ ഇപ്പോൾ കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ ഡ്രോണുകൾ തീർക്കുന്നത്. ശത്രുവിന്മേൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്താൻ ഇവയ്ക്ക് പുതിയ കാലത്ത് വളരെയധികം സഹായകരമാകുമെന്നതും മറ്റൊരു സവിശേഷതയായി എടുത്തു പറയാം. ഇതിനോടൊപ്പം തന്നെ മനുഷ്യൻ എളുപ്പത്തിൽ അവിടെ എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നിരീക്ഷണം നൽകാനായി ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യൻ ആക്രമണങ്ങളിൽ പ്രകോപിതരായ പാകിസ്ഥാൻ ആകട്ടെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പാക് അധീന കാശ്മീരിലെ മുൻനിര പ്രദേശങ്ങളിൽ കൗണ്ടർ ഡ്രോൺ വിന്യാസം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 സംബന്ധിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി അവർ രംഗത്ത് വരുന്നത്. റവേൽകോട്ട് അതുപോലെ മറ്റ് 3 സ്ഥലങ്ങളിൽ 3 സെക്ടറുകളിലായി തന്നെ അതിൻ്റെ എതിർവശത്ത് പുതിയ കൗണ്ടർ അല്ലെങ്കിൽ ആളില്ല വ്യോമ സംവിധാനങ്ങൾ അത് സ്ഥാപിച്ചതായിട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര രേഖയിൽ പാകിസ്ഥാൻ 30-ലധികം ഡ്രോൺ വിരുദ്ധ യൂണിറ്റുകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 12ാമത് ഇൻഫൻട്രി ഡിവിഷനും അതേപോലെ തന്നെ ആ അച്ചുതണ്ടിലെ ബ്രിഗേഡിലും നിയന്ത്രിക്കുന്ന 23ാമത് ഇൻഫൻട്രി ഡിവിഷനും ചേർന്നുകൊണ്ടാണ് ഇവ വിന്യസിപ്പിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള വ്യോമാതിർത്തി നിരീക്ഷണവും അതുപോലെ ഇലക്ട്രോണിക് യുദ്ധശേഷിയും അത് ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര വലിയ രീതിയിലുള്ള ശ്രമമാണിപ്പോൾ ഇത് നടത്തി വരുന്നത്. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ നീക്കത്തെ കണക്കാക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.